السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരവോടെ ബഹുവന്യനായ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ കുരുവമ്പലം, ബഹുമാനപ്പെട്ട പട്ടാമ്പി നിയോജകമണ്ഡലം MLA മുഹമ്മദ് മുഹ്സിൻ, മറ്റു സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, കാരണവന്മാർ, ജ്യേഷ്ഠ അനിയന്മാർ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു മാസക്കാലമായി നാം ബഹുനിരായ സയ്യിദന്മാരെയും മറ്റു നേതാക്കന്മാരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഒരു മാസക്കാലമായി നാം തുടങ്ങിയിട്ട് വിശാലമായ ഒരു ശോകത ഭാഷത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇക്കഴിഞ്ഞ റമളാനിന്റെ മേലെ റമളാനിൽ വെച്ച് മർക്കസുൽ ഉലൂം സുന്നി ഹയർ സെക്കൻഡറി മദ്രസക്ക് ബഹുവന്ദനായ സയ്യിദ് കുരുവമ്പലം തങ്ങൾ അവരുകൾ ശിലാസ്ഥാപനം നിർവഹിക്കുകയുണ്ടായി. അന്ന് തന്നെ ഒന്നിലായ തങ്ങൾ അവർ നമ്മോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഈ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് കയറുമെന്ന്. ആ തങ്ങളെ കരങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മർക്കസുൽ ഉലൂം ദഅവാ കോളേജിന്റെ ശിലാസ്ഥാപനവും നാം നിർവഹിച്ചത്. എത്രയും പെട്ടെന്ന് അത് കയറ്റാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒന്നിച്ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ മദ്രസയ്ക്ക് വേണ്ടി ശിലാസ്ഥാപനം നിർവഹിക്കുകയും അന്നു മുതൽ നാം പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ. നമ്മളെ ഈ നാട്ടുകാരാകുന്ന നല്ലവരായ മനസ്സുകാർ അവരെല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും തന്നാലാവുന്ന എല്ലാ മേഖലകളിലും ഇടപെടുകയും ചെയ്തപ്പോൾ ആ റമദാനും കഴിഞ്ഞ് വലിയ പെരുന്നാളിന്റെ മുമ്പ് തന്നെ നമ്മുടെ മദ്രസയുടെ പണികൾ മുഴുവനും പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാരണവന്മാരുടെയും, വിളത്തൂരിലുള്ള എല്ലാ പ്രവർത്തകരുടെയും, കാരണവന്മാരുടെയും, സുന്നികളുടെയും ഏറ്റവും വലിയ ഒരു അഭിലാഷം, നമുക്കൊരു ദഅവാ കോളേജ് വേണം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള അയൽനാടുകളിലുള്ള മക്കളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ മതഭൗതിക സമന്വയത്തിലൂടെ, മതത്തിൽ അഹ്സനിയോ സഖാഫിയോ സഅദിയോ ഏത് ബിരുദമാണ് എടുക്കുന്നതെങ്കിൽ അതോടുകൂടെ ഭൗതികപരമായി MA ഇംഗ്ലീഷും BA ഇംഗ്ലീഷും PG വരെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കണമെന്ന ആഗ്രഹം വന്നപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരും കാരണവന്മാരും ചിന്തിച്ചു, നമുക്കൊരു കോളേജ് വേണമെന്ന്. ആ കോളേജിന് വേണ്ടി നാം ഒരുപാട് മീറ്റിങ്ങുകളും ചർച്ചകളും എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം, നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. റബ്ബല്ലേ വലിയവൻ, റബ്ബിന്റെ ഖജനാവിലുണ്ടല്ലോ നമുക്കെല്ലാ സാമ്പത്തികവും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നമുക്കങ്ങ് മുന്നിട്ടിറങ്ങാം. നമ്മൾ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയത് വളരെ വിജയത്തിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കുകയാണ്. അതുപോലെ ഈ കാര്യങ്ങൾ മുഴുവനും നമുക്ക് കൊണ്ടു നടത്താൻ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശ്രമിക്കാം എന്ന് തീരുമാനമെടുത്തപ്പോൾ
ഈ കമ്മിറ്റിക്കാരാകുന്ന ആളുകളും നാട്ടുകാരാകുന്ന ഞങ്ങളെപ്പോലത്തെ ചെറിയ ചെറിയ ഈ ആളുകൾ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലവും കൂടെ വാങ്ങുകയാണ്. അങ്ങനെ നമ്മളിപ്പോ ഇരിക്കുന്ന 18.5 സെന്റ് സ്ഥലം ഒരാഴ്ചകൾക്ക് മുമ്പാണ് നാം കച്ചവടമാക്കുന്നത്. നിലവിൽ നമ്മുടെ മദ്രസയിൽ 13 ചില്ലാനം സെന്റ് നേരത്തെ നാം കച്ചവടമാക്കുകയും അതിൽ സ്ഥാപനം കയറ്റുകയും ചെയ്തു. അതിന്റെ സാമ്പത്തിക ബാധ്യത നാം തീർത്തിട്ടില്ല. അത് തീർക്കാതെ തന്നെയാണ് ഈ 18 ചില്ലാനം സെന്റാകുന്ന ഈ ഇരിക്കുന്ന ഈ സ്ഥലം മുഴുവനും നാം വാങ്ങിയത്. ഇപ്പോൾ ഈ ഭൂമി മുഴുവനും നിരത്തുകയും വിശാലമായ ഒരു ക്യാമ്പസ് ആക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ എൻ്റെ കാരണവന്മാരോടും യുവാക്കന്മാരോടും നാട്ടുകാരോടും നമുക്ക് പറയാനുള്ളത്, തീർച്ചയായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കൾ, നമ്മുടെ മക്കൾ സുന്നത്തി ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വിശ്വസിക്കുകയും അതടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ മക്കൾ സാലിഹീങ്ങളായ മക്കളാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് കാലഘട്ടത്തിന്റെ കുത്തിയൊഴുക്കിൽ ഭൗതികത്തിലൂടെ ജനം നീങ്ങുമ്പോൾ അതിനനുസൃതമായ ജീവിതത്തിലേക്ക് നമ്മുടെ മക്കൾ നീങ്ങിപ്പോകുമ്പോൾ മുജാഹിദിലൂടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഖാദിയാനിലൂടെയും തബ്ലീഗിലൂടെയും എല്ലാ ഇസ്സങ്ങളിലൂടെയും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്ന സമയത്ത് ഈ മക്കളെ മുഴുവനും കാത്തു സംരക്ഷിക്കേണ്ട കടമ, ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്, നമുക്ക് അർപ്പിതമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം ഈ സ്ഥാപനത്തിന് വേണ്ടി നാം മുന്നേറിയിട്ടുള്ളത്, പ്രവർത്തിക്കുന്നുള്ളത്. നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാം റബ്ബിന്റെ ഖജനാവിലാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ടുമല്ല. കോടികളൊന്നും പല ആളുകളും ആക്ഷേപിക്കുന്നത് പോലെ, പല ആളുകളും പറയുന്നത് പോലെ വലിയ പിരിവുകൾ നടത്തി എന്തെങ്കിലും ചെയ്യുക എന്ന അർത്ഥത്തിലല്ല നാം ഈ സ്ഥാപനം വളർത്തിയെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ നാടിന്റെ പഴമ പോലെ, നമ്മുടെ ഈ അയൽനാടുകളിലുള്ള പഴമ പോലെ മുൻകാലഘട്ടങ്ങളിൽ ഒരു നൂറ്റാണ്ടിക്ക് പിന്നിൽ നാം നമ്മുടെ നാട്ടിലേക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ണിയൻകുട്ടി മുസ്ലിയാർ, ആയമുട്ടി മുസ്ലിയാർ, കുഞ്ഞാ മുസ്ലിയാർ, ഇതുപോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ നമ്മുടെ ഈ മണ്ണിന് സാക്ഷിയാണെങ്കിൽ കാലങ്ങൾക്ക് ശേഷം പണ്ഡിതന്മാരില്ലാതെയാവുകയാണ്. അത് പറ്റിയില്ല, അതൊരിക്കലും നമുക്ക് പറ്റുകയില്ല. മതഭൗതിക സമന്വയത്തിലൂടെ രണ്ട് വിദ്യാഭ്യാസപരമായും പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ വളർന്നു വരലും വളർത്തിയെടുക്കലും ഈ മക്കളെ മുഴുവനും പണ്ഡിതന്മാരാക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു പറ്റം യുവാക്കന്മാരും കമ്മിറ്റിക്കാരാകുന്ന കാരണവന്മാരും ഇതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടുന്നില്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, നാം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുഴുവനും ഇവിടെ വളർത്തുന്നത്, ഈ മദ്രസ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നാം വളർത്തിയെടുക്കുന്നത്. കമ്മിറ്റിക്കാരാകുന്ന ആളുകളും ഈ നാട്ടിലെ നല്ല മനസ്സുള്ള ആളുകൾ മുഴുവനും നമ്മുടെ ഈ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി എല്ലാം സഹകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ സ്ഥാപനം നമുക്ക് നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളാകുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ വളർത്തിയെടുക്കണം. നമുക്ക് ബിൽഡിംഗ് വേണം, അതുപോലെ തന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഇടപാട് നമുക്ക് തീർക്കണം. വലിയൊരു ബിൽഡിംഗ് നമുക്ക് ഇവിടെ കെട്ടണം. ആ ബിൽഡിംഗ് കയറ്റുന്നതിന് വേണ്ടിയും മറ്റു സ്ഥലങ്ങളിലെ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ ദഅവാ കോളേജും, അതുപോലെ തന്നെ ഹിഫ്ളുൽ ഖുർആനും, അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളുടെ ഹിഫ്ളും എല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ പ്രവർത്തനങ്ങൾ മുഴുവനും വിജയിപ്പിക്കുന്നതും നാട്ടുകാരാകുന്ന നിങ്ങളാണ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. സാധുക്കളായി നിങ്ങൾ പ്രവർത്തിക്കുക എന്നല്ലാതെ നമുക്കൊന്നിനും കഴിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മഅൂനത്ത് സഹായം നമുക്ക് ലഭിക്കുമ്പോൾ
തീർച്ചയായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഈ സ്ഥാപനം കൊണ്ടോ, ഈ സ്ഥലങ്ങൾ വാങ്ങിയത് കൊണ്ടോ, ഈ മദ്രസ കൊണ്ടോ ഒരു വിദ്വേഷങ്ങളോ, ആരോടും പകപോക്കലോ, ആർക്കെങ്കിലും പാരവെക്കലോ, ആരെങ്കിലും ഈ തജോവധം ചെയ്യലോ, ഇല്ലായ്മ ചെയ്യലോ നമ്മുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ സഹായങ്ങളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുഴുവനും നമ്മുടെ ഈ സ്ഥാപനത്തിനെ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ, വലിയൊരു സ്ഥാപനം വെളുത്തൂരിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാട്ടുകാർക്കും ഈ ചുറ്റുഭാഗത്തുള്ള നമ്മുടെ എല്ലാ അയൽ നാട്ടുകാർക്കും മുഴുവനും ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് ആക്കി, സ്ഥാപനത്തിൽ കൊടുന്നാക്കി, വീട്ടിൽ ആളില്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരിമാർക്ക് വന്ന് സന്ദർശിക്കുവാനും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും ഒരടുത്ത് നമുക്കൊരു സ്ഥാപനം അനിവാര്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഏതെങ്കിലും വഴിയിലൂടെ കൊണ്ടുപോയി, ഏതെങ്കിലും ഭൗതികതയുടെ കൊണ്ടുപോയി സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളിൽ വ്യതിചലിച്ച് വഹാബിയായും മൗദൂദിയായും തബ്ലീഗായും മറ്റ് ഇതര ഇസ്സങ്ങളുമായി ഇതര ആശയക്കാരുമായി വളർന്നു വരുമ്പോൾ നമുക്ക് യഥാർത്ഥ ഇസ്ലാം അത് ജനങ്ങളുടെ മുന്നിൽ പറയണമെങ്കിൽ നമുക്ക് മക്കളുണ്ടാവില്ല, നമുക്ക് ആളുകളുണ്ടാവില്ല. തീർച്ചയായും നമ്മുടെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാവുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅ. മറ്റു ഒരു ലക്ഷ്യങ്ങളും ഇതിന്റെ ബാക്കിലില്ല. ആർക്കെങ്കിലും വിദ്വേഷം വരുത്തുക, ആർക്കെങ്കിലും എതിര് നിൽക്കുക, അല്ലെങ്കിൽ എതിര് പ്രവർത്തിക്കുക, അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഒന്നേ ഒന്നുള്ളൂ, അത് ഇസ്ലാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിനു വേണ്ടിയാണ് ഈ സ്ഥാപനം വളർത്തിയെടുക്കുന്നത്, അതിനു വേണ്ടിയാണ് ഈ സ്ഥലം വാങ്ങിയത്, അതിനു വേണ്ടിയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റു വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന ലക്ഷ്യങ്ങളോ ഈ സ്ഥാപനത്തിൽ ഇല്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകന്മാർക്കും ആ ലക്ഷ്യമില്ല. എന്റെ സ്വാഗതമാശം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ആളുകൾക്ക് മുഴുവനും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം ഉള്ളത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നമ്മോടൊന്ന് പ്രസംഗിക്കുന്നത് ദേവർശാല അബ്ദുസ്സലാം മുസ്ലിയാരാണ്. അതുപോലെ തന്നെ PMS ബ്രാലന്തങ്ങൾ, ലുക്കുമാൻ ഹക്കീം ഫാദിലി കണ്ണൂർ. ഇൻഷാ അല്ലാഹ് അവര് തൊട്ടടുത്ത സമയങ്ങളിലായി ഓരോരുത്തരും നമ്മുടെ ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതാണ്. ബഹുവന്ദനായ തങ്ങളവറുകൾ, സയ്യിദുനാ ബായാർ തങ്ങളുപ്പാപ്പ നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻഷാ അല്ലാഹ് അല്പസമയങ്ങൾക്ക് ശേഷം കടന്നു വരുന്നതാണ്. അവിടുത്തെ സാരവത്തായ ഉപദേശങ്ങളും മറ്റു നിർദ്ദേശങ്ങളും മുഴുവനും ശ്രവിക്കാനും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്റെ മുഅ്മിനീങ്ങളെ, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശാകേന്ദ്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ. എന്തെല്ലാം ഒരു രോഗങ്ങളും, എന്തെല്ലാം ഒരു പരീക്ഷണങ്ങളും, എന്തെല്ലാമാണ് മുഅ്മിനീങ്ങളെ അവിടുത്തെ മുമ്പിലേക്ക് കയറി വരുന്നത്, എന്തെല്ലാമാണ് അവിടുത്തെ മുമ്പിലേക്ക് വരുന്നത്. ആളുകൾ മുഴുവനും ബഹുമാന്യരായ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കമ്മുകുട്ടി അടുത്തുള്ള സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. പതിനായിരക്കണക്കിന് രോഗങ്ങൾക്കാണ്, അത് ചെറിയ ചെറിയ രോഗമല്ല. ക്യാൻസർ പോലത്തെ, ബ്രെയിൻ ട്യൂമർ പോലത്തെ വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട രോഗികളാണ് അവിടുത്തെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായി നൂറുകണക്കിന് ആളുകളാണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഒന്ന് തങ്ങളെ എനിക്കൊന്ന് കാണണം, എനിക്ക് ക്യാൻസറാണ്. ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തങ്ങളെ ഒന്ന് കാണാൻ മിസ്ബാഹി എനിക്കൊരു അവസരം നിങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ, ഞാൻ അവരോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ നിങ്ങൾ സദസ്സിലേക്ക് വരും, നിങ്ങൾ ഈ ദുആ പ്രാർത്ഥനയുടെ സമ്മേളന നഗരിലേക്ക് നിങ്ങൾ വരൂ, ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഇരിക്കൂ, ഇവിടെ വന്ന് അവിടുത്തെ ദുആയിൽ പങ്കെടുക്കൂ, നമുക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ വന്ന ആളുകളെ മുഴുവനും തങ്ങൾ കാണാൻ നിന്നാൽ തങ്ങൾക്ക് ദുആ ചെയ്യാനും മറ്റും അവസരമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ സദസ്സിലേക്ക് വരിക. നിങ്ങൾക്കൊക്കെ വേണ്ടി
നല്ല ദുആ ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പ അവർ നടത്തും എന്ന് അവരോട് പറയുകയല്ലാതെ എത്രങ്ങാനും രോഗികളായ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും സുഖമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ആഫിയത്തില്ലെങ്കിൽ, രോഗത്തിന് അടിമയായി കഴിഞ്ഞാൽ ഈ കാണുന്ന പവറുകളെല്ലാം നഷ്ടപ്പെടുകയല്ലേ മുഅ്മിനീങ്ങളെ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ആ ദുആ നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഷണത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനവുമായി, ഇവിടെ വരുന്ന സ്ഥാപനങ്ങളുമായി എല്ലാ ആളുകളും സഹകരിക്കണമെന്നും മറ്റു ഒരു ദുരുദ്ദേശങ്ങളും ആരെയും കണ്ടുകൂടായ്മയോ തൊട്ടുകൂടായ്മയോ മറ്റു ലക്ഷ്യങ്ങളൊന്നും നമ്മുടെ ഈ ഇവിടെ വരുന്ന മഹൽ സംരംഭങ്ങൾക്കില്ലെന്നും നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇസ്ലാം. ആ ഇസ്ലാം ആകുന്ന ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. വേറെ ഒരു ലക്ഷ്യത്തിലേക്കും നാം കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നമ്മുടെ സംരംഭങ്ങളുമായി സ്ഥാപനങ്ങളുമായി സഹകരിക്കണമെന്നും, നമ്മുടെ ഈ മദ്രസയിൽ ഇപ്പോൾ മാസം മാസം അൽ മഹദറത്തുൽ ബദരിയ്യ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അത് സ്വലാത്തും കൂടെ ആക്കി നാം മാസം മാസം സയ്യിദ് ബ്രാലം തങ്ങൾ, PMS ബ്രാലം തങ്ങൾ നമുക്ക് നേതൃത്വം നൽകുകയാണ്. എല്ലാ മാസവും തങ്ങൾ നേതൃത്വം നൽകാം എന്ന് നമ്മോട് ഏറ്റിട്ടുണ്ട്. ബായാർ തങ്ങൾ പാപ്പയുടെ ചെറിയ പെങ്ങളെ വിവാഹം ചെയ്ത തങ്ങളാണ് ബ്രാലം തങ്ങൾ എന്ന് പറയുന്നത്. ആ മഹാനവറുകൾ എല്ലാ മാസവും ഇവിടെ വരികയും ആ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നാം അത് സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്ന ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇംഗ്ലീഷ് മാസങ്ങളുടെയും ആദ്യത്തെ ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അടുത്ത മാസം ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ എല്ലാ ആളുകളും സഹോദരന്മാരും മുഴുവനും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കുകൊള്ളണമെന്നും, ബ്രാലന്തങ്ങളുടെ നല്ല വാദം ദ്വായും കാര്യങ്ങളും ഒരുപാട് ഇതുപോലെ ഈ ബയാർ തങ്ങൾ പാപ്പയെ നമ്മെ സംബന്ധിച്ച് മനസ്സിലാക്കിയതുപോലെ വലിയ കറാമത്തിന്റെ ഉടമയാണ്. ഒരുപാട് രോഗികളുടെ ആശാകേന്ദ്രമാണ് സയ്യിദ് ബ്രാലം തങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളുടെ ആദ്യത്തെ ചൊവ്വാഴ്ചയും എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഇവിടെ വന്നത് പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം നീട്ടുന്നില്ല. സ്വാഗതം ആശംസിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യരായ കുരുവാമ്പലം തങ്ങളവറുകൾ ഇന്ന് തീരെ വയ്യാത്ത ദിവസമാണ്. 2-3 ദിവസമായി പനി തുടങ്ങിയിട്ട്. ഞാൻ ക്ഷണിച്ച് നിർബന്ധമായും തങ്ങളുപ്പാപ്പ വന്ന് അവിടുത്തെ കരങ്ങളെ കൊണ്ട് ശിലാസ്ഥാപനം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഇന്ന് വന്നതാണ്. തീരെ സുഖമില്ല. അതുകൊണ്ട് ഞാനൊന്നും പ്രസംഗിക്കുകയില്ല എന്ന് പോരുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടു മുന്നേ എന്നോട് പറഞ്ഞു. എന്നാലും ഇൻഷാ അല്ലാഹ് അവിടുന്ന് കുറച്ചെങ്കിലും നമുക്ക് ഉപദേശം തരും. അള്ളാഹു അവിടുത്തെ എല്ലാ രോഗങ്ങളും അള്ളാഹു തആല ശിഫയാക്കി ആഫിയത്തോടുകൂടി ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സയ്യിദ് ത്വഹ ഹസൻ തങ്ങൾ തിരുവേഗപ്പുറ. അള്ളാഹു അവിടത്തേക്കും ആഫിയത്തോടു കൂടെ ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന ദുആ കൊണ്ട് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ വേദിയിൽ ആശംസ അർപ്പിക്കുന്നത് ഇവിടെ എത്തിയ ബഹുവന്യനായ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ജനനായകൻ MLA മുഹമ്മദ് മുഹ്സിൻ അവറുകൾ. അദ്ദേഹത്തിന് നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ ആളുകൾക്കും സർവ്വജനങ്ങൾക്കും ക്ഷേമം ചെയ്യാൻ എന്തെല്ലാമാണോ ഇവിടെ നമുക്ക് വേണ്ടതെങ്കിൽ ആ വേണ്ടത് മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ അദ്ദേഹത്തിനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥന അദ്ദേഹത്തിന് സ്വാഗതമായി ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ യോഗത്തിൽ ആശംസ അർപ്പിക്കാനെത്തിയ
ബഹുമാന്യനായ അബ്ദുർ റഊഫ് തങ്ങൾ അൻസാർ നഗറിലുള്ള ദഅവായുടെയും ഹിഫ്ദുൽ ഖുർആൻ കോളേജും അദ്ദേഹത്തിന്റെ കരങ്ങളാൽ നടന്നു പോകുന്ന സ്ഥാപനമാണ്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടി ദീർഘായുസ്സും എല്ലാം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയാം. മുൻ എന്ന് പറയുമ്പോൾ കാലങ്ങൾക്ക് മുമ്പല്ല, ഒരാഴ്ചക്ക് മുമ്പ്. ഈ ഒരാഴ്ചക്ക് ശേഷം ഇനി 2 ആഴ്ച നമുക്ക് പ്രസിഡന്റ് ഇല്ല. ഇനി അടുത്ത പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം ഇവിടെ വരും. മുഹമ്മദ് അലി മാസ്റ്റർ ഇവിടെ വരും. അദ്ദേഹം നമ്മുടെ ഈ വലിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും അല്ലാഹു തആല ആഫിയത്തോടു കൂടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ സതീശൻ മാസ്റ്റർ, നമ്മുടെ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും ആർക്കും എപ്പോഴും ഏത് സമയത്തും ഏത് പാതിരയാവട്ടെ എപ്പോഴും വിളിച്ചു പറയാൻ ഒരവസരമുള്ള ഒരു വേദിയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മാഷ് സതീശൻ മാഷ്. ദൈവം അല്ലാഹു തആല അദ്ദേഹത്തിനും പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥന അദ്ദേഹത്തിനും സ്വാഗതമായി സമർപ്പിക്കുകയാണ്. നമ്മൾ ഒന്നിനായ നമ്മോട് പ്രസംഗിക്കാൻ വേണ്ടി ഏറ്റ ബഹുമാന്യനായ ലുക്മാൻ ഹക്കീം ഫാദിലി അവர்கள் സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ. പിന്നെ നമ്മുടെ സ്റ്റേജിൽ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാന്യനായ നമ്മുടെ മാനാമ്പറ വാപ്പുട്ടി ഹാജി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ സഹകരിക്കാമെന്നും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നും ഇൻഷാ അല്ലാഹ് വലിയൊരു സ്ഥാപനമായി കൊണ്ട് തന്നെ നമുക്ക് ഈ മർക്കസുലും ദഅവാ കോളേജും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങൾ മുഴുവനും നമുക്ക് ഉയർത്തണമെന്നും വലിയ മനസ്സോടെ വലിയ സന്തോഷത്തോടെ നമ്മോട് വാഗ്ദാനം ചെയ്ത നമ്മുടെ പൈലിപ്പുറം ഇസ്മായിൽ ഹാജി, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ സദർ ബഷീർ സഖാഫി, ഉസ്മാൻ സഖാഫി, VT ബഷീർ സഖാഫി, അതുപോലെ തന്നെ അൽഹസ ICFന്റെ ദായി അവിടുത്തെ പ്രവർത്തകൻ അബ്ദുള്ള സഖാഫി, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ മൊയ്തീൻകുട്ടി മുസ്ലിയാർ യാർലൂർ സലാലയിൽ. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കൊന്നും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവില്ല. വലിയ പ്രവർത്തനം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഒമാനിലും സലാലയിലുമായി നമ്മുടെ നാടുകളുമായി ഇപ്പോൾ വയസ്സായത് കൊണ്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാന്യനായ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് സമയങ്ങൾ ഒഴുകും. നമ്മുടെ വേദിയിലേക്ക് എത്താമെന്നേറ്റ ബഹുമാന്യനായ ദേവർശാല ഉസ്താദിനും PMS തങ്ങൾ ബ്രാലം അവർക്കും അവരുടെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഒരുപാട് പ്രവർത്തകന്മാർ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ഒരു മാസക്കാലം ഇതിനു വേണ്ടി നോട്ടീസ് ഒട്ടിച്ചുകൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടും നോട്ടീസ് ഒട്ടിച്ചുകൊണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മളെ പ്രവർത്തകന്മാർ ആരെയും നാം പേരെടുത്ത് പറയുന്നില്ല. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ
അവർക്കൊക്കെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരാമെന്നേറ്റ് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്താൻ കഴിയില്ലെന്നറിയിച്ച മുൻ MLA CP മുഹമ്മദ് അവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇനിയും ഇൻഷാ അല്ലാഹ് കുറെ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നമ്മുടെ MLAക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണം. അതുകൊണ്ട് നിങ്ങൾ സ്വാഗതം ഒന്ന് ചുരുക്കി എന്നെ ഒന്ന് പറഞ്ഞയച്ചു തരണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇനിയും കുറെ വിഷയങ്ങൾ നിങ്ങളെ മുന്നിൽ അറിയിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ സമയങ്ങളിലായി ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.